സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആ രസയുണ്ടല്ലോ വരുണിൻ്റെ അധികം കൊണ്ട് പ്രിയങ്കയുടെ കൊലപാതക കുറ്റം എങ്ങനെയെങ്കിലും ഏറ്റെടുപ്പിക്കാനായിട്ട് ശ്രമിക്കുവാണ്. അതിനായിട്ട് അവരെ കൊണ്ട് ബലം പ്രയോഗിച്ച് എഫ്ഐആറിലേക്ക് ഒപ്പിടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഈ സമയം രാധികം വരുണും അതിനെതിർക്കുവാണ്. അന്നേരം അവരെ വരച്ച വഴിയിൽ കൊണ്ടുവരാനായിട്ട് വരുണിന് പോലീസുകാരെ കൊണ്ട് ഉപദ്രവിപ്പിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് രാധിക ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നൊക്കെയുണ്ട്. ഇതേസമയം ദേവനും യശോദയുമാണെങ്കിൽ പ്രിയങ്കയുടെ കാര്യവും അതിന് കാരണം രാധികമാണെന്നൊക്കെ അറിഞ്ഞ് ആകെ ചങ്ക് പൊട്ടി തകർന്നിരിക്കുകയാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ എരുതിയിൽ എണ്ണ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. രാധികയെക്കുറിച്ച് 100 കുറ്റങ്ങൾ വാതോരാതെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഈ സമയം അടുത്ത വീട്ടിലുള്ള ആൾക്കാർ അവർക്കുള്ള ഭക്ഷണവുമായിട്ടൊക്കെ വരുന്നുണ്ട്. യശോദയോടും ദേവനോടും മുത്തശ്ശിയോടൊക്കെ ഭക്ഷണം കഴിക്കാൻ പറയുക. എന്നാൽ ദേവനാണെങ്കിൽ ആകെ തകർന്നിരിക്കുക. ദേവൻ പറയണേ, ഇനി എന്തിനാ ഞാനിങ്ങനെ ജീവിച്ചിട്ട്? 2 മക്കളെ സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയതാ, രണ്ടുപേരും ഇപ്പം മരിച്ചുപോയി. ഇനി എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രതീക്ഷയുള്ളത് എന്നും പറഞ്ഞ് ദേവനാകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇതേസമയം കണിമംഗലത്തും ഇത് തന്നെയാണ് അവസ്ഥ. മുത്തശ്ശിയും പത്മിനിയും സൂര്യയും എല്ലാവരും വരണം എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വരാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശി പറയണേ, ഭഗവാൻ ഒരിക്കലും എൻ്റെ കുഞ്ഞിനെ പരീക്ഷിക്കില്ല. സത്യം ഭഗവാൻ തന്നെ പുറത്തു കൊണ്ടുവരും. എൻ്റെ മോൻ നിരപരാധിയാണ്. അവനെ ചതിച്ചവരാരായാലും സത്യം എന്താണെങ്കിലും മറന്നേക്ക് പുറത്തു വരിക തന്നെ ചെയ്യും. അന്നേരം പത്മിനിയും പറയുന്നുണ്ട്, അതേമ്മേ, ഞാനും ഭഗവാന് മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഉർവശിയും കൽപ്പനയ്ക്ക് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നുണ്ട്. എന്നാൽ ആരും തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നില്ല കേട്ടോ. ഈ സമയം അവർ രണ്ടാളും ഡൈനിങ് ടേബിളിൽ അങ്ങോട്ട് പോയി വയർ നിറച്ച് ഭക്ഷണം കഴിച്ച് വരുണിൻ്റെ രാധികയുടെ കാര്യം പറഞ്ഞ് സന്തോഷിച്ചിരിക്കുകയാണ്. ഇതേസമയം ചന്ദ്രശേഖരനാണെങ്കിൽ ആ SIയോടൊപ്പം പ്ലാൻ ചെയ്ത് വരുൺ ഇനി ഒരു കാരണവശാലും വരുണിൻ്റെ രാധികയും ഈ കേസിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തിറങ്ങാൻ പാടില്ല. അതിന് ആര് തന്നെ വന്നാലും ശരി, അവരെ രക്ഷിച്ചെടുക്കാൻ ആർക്കും പറ്റരുത്. ആ രീതിയിൽ കുരുക്കുകൾ മുറുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്തായിരിക്കും ശ്യാമയും അമൃതയും ദുബായിലെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുന്നത്. അന്നേരം ശ്യാമക്കാണെങ്കിൽ ഒരു സമാധാനം കിട്ടുന്നില്ല. ഇവിടെ തന്നെ പ്രോഗ്രാമിന് പോയ കാര്യം തന്നെ രാധികയെ വിളിച്ചറിയിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ പലതവണ അവിടെ നിന്ന് വിളിച്ചിട്ട് ഫോൺ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ രാധികയുടെ ശബ്ദം കേൾക്കാതെ ആകെ ടെൻഷനിലാണ് കേട്ടോ ശ്യാമ. ഈ സമയം അമൃത ശ്യാമയെ ഓരോന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ശ്യാമ ടെൻഷൻ ആവാതിരിക്കുക, ഞാൻ എന്താണെങ്കിലും രാധിക മോളെ ഫോണിൽ വിളിച്ച് ശബ്ദം കേൾപ്പിച്ച് തരാം. അതൊക്കെ കേൾക്കുമ്പോഴാണ് ശ്യാമക്ക് സന്തോഷമാകുന്നത്. പിന്നീട് അമൃത പലതവണ രാധികയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും ഈ സമയം രാധികയുടെ ഫോൺ മുത്തശ്ശിയുടെ കയ്യിലായിരിക്കും. അങ്ങനെ ഫിദ മാഡത്തിൻ്റെ കോളാണെന്ന് കാണുന്നതും മുത്തശ്ശിക്ക് ദേഷ്യം വന്ന് ആ ഫോൺ എറിഞ്ഞു പൊട്ടിക്കാൻ തുടങ്ങുക. അന്നേരം മുത്തശ്ശി വരണേ, അല്ലെങ്കിൽ വേണ്ട, ഇവളുടെ ഫോണിലേക്ക് ആരൊക്കെയാണ് വിളിക്കുന്നതെന്ന് ഒന്നറിയണമല്ലോ എന്നും പറഞ്ഞ് അത് അവിടെ തന്നെ വെച്ചിട്ട് പോകുവാണ് കേട്ടോ. ഈ സമയം എത്ര തവണ വിളിച്ചിട്ടും രാധിക വരണമെന്ന് ഫോൺ എടുക്കാത്തതുകൊണ്ട് തന്നെ ശ്യാമയുടെ മനസ്സിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ തോന്നുവാണ്. അങ്ങനെ ശ്യാമ ഓരോന്നാലോചിച്ച് ടെൻഷനാകുവാണ്. അന്നേരം അമൃത പറയുന്നുണ്ട്, ശ്യാമ വിഷമിക്കാതിരിക്കും. എന്താണെങ്കിലും നമുക്ക് നാളെ നേരിട്ട് തന്നെ രാധിക മോളെ കാണാനായിട്ട് ആറ്റുവാശ്ശേരിയിലേക്ക് പോകാം. മോളെ നേരി കണ്ടു കഴിയുമ്പോൾ ശ്യാമയുടെ ടെൻഷനൊക്കെ മാറുമല്ലോ. അങ്ങനെ പറഞ്ഞാൽ ശ്യാമയെ ആശ്വസിപ്പിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ആറ്റുവാശ്ശേരിയിലെത്തുന്ന ശ്യാമേനെയും അമൃതേനെയൊക്കെയാണ് കേട്ടോ. ഈ സമയം ആറ്റുവാശ്ശേരിയിൽ ആരും ഉണ്ടായില്ല. പ്രിയങ്കയുടെ കർമ്മങ്ങളും മറ്റു ചെയ്യാനും ചിതാഭസ്മം പുഴയിലൊഴുക്കാനൊക്കെ ആയിട്ട് ദേവനാരായണനും യശോദയും മുത്തശ്ശിയൊക്കെ പോയിട്ടുണ്ടാകും. ഈ സമയം അവിടെ ആരെയും കാണാത്ത കാരണം ശ്യാമയും അമൃതയും അടുത്ത വീട്ടിലെ കാര്യം അന്വേഷിക്കുമ്പോഴാണ് കേട്ടോ ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളെല്ലാം അറിയുന്നത്. അതെല്ലാം കേട്ട് ശ്യാമ പെട്ടെന്ന് അങ്ങ് തളർന്നു വീഴാൻ പോകുമായിരിക്കും. പെട്ടെന്ന് അമൃത ശ്യാമയെ താങ്ങി പിടിക്കുന്നൊക്കെയുണ്ട്. അന്നേരം അതെല്ലാം കേട്ട് ശ്യാമ ആകെ തകർന്നിരിക്കുക. എട്ടതി, എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്? പ്രിയങ്കയെ വരുണും രാധികയും ചേർന്ന് കൊന്നതാണെന്നോ? ഈശ്വര, വലിയ കുരുക്കിലാണല്ലോ എൻ്റെ മോൾ അകപ്പെട്ടിരിക്കുന്നത്. അവളൊരിക്കലും പ്രിയങ്കയെ ഉപദ്രവിക്കില്ല. എത്രയൊക്കെ ദ്രോഹം ചെയ്തിട്ടും അവൾ പ്രിയങ്കയെ ചേർത്ത് പിടിച്ചിട്ട് മാത്രമേ ഉള്ളൂ. എന്തൊരു ചതി നടന്നിട്ടുണ്ട് ഏട്ടത്തി എന്നും പറഞ്ഞ് ശ്യാമ വല്ലാതെ ടെൻഷനാകുവാണ് കേട്ടോ. പിന്നീട് അവർ നേരെ തന്ത്രികളെ കാണാനായിട്ട് ആ അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. ഇതേസമയം വരുണിനെയും രാധികനെയും കോടതിയിൽ ഹാജരാക്കാനായിട്ട് കോടതിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. ഈ സമയം മീഡിയക്കാരെല്ലാം അവരുടെ വീഡിയോ ഫോട്ടോ എടുത്ത് ഓരോ വാർത്തകൾ അടിച്ചിറക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മീഡിയക്കാർ ഇതിനെക്കുറിച്ച് രാധികയോടും വരുണോടും ഓരോന്നൊക്കെ ചോദിക്കുന്നൊക്കെയുണ്ട്. അതെല്ലാം കേട്ട് രാധിക വരണം അവരോട് പൊട്ടിത്തെറിക്കണേ. രാധിക പറയണേ, നിങ്ങളിത് നിർത്തുന്നുണ്ടോ? ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല എന്നൊക്കെ രാധിക അവരോട് വിളിച്ചു പറയുവാണ്. ഈ സമയം അവരുടെ എല്ലാം മുമ്പിൽ നിന്ന് വരുണിനെയും രാധികയും പോലീസുകാരെ കോടതിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നൊക്കെയുണ്ട് കേട്ടോ. ഈ സമയം ചന്ദ്രശേഖരനും അവിടെ എത്തിയിട്ടുണ്ടാകും. പിന്നീട് അമ്പലത്തിലെത്തി പ്രിയങ്കയ്ക്ക് വേണ്ടിയിട്ടുള്ള ബലികർമ്മങ്ങളും മറ്റും നടത്തിയിട്ട് ആ ചിതാഭസ്മവുമായിട്ട് പുഴയിലേക്ക് ഇറങ്ങുന്ന ദേവനെയാണ് കാണിക്കുന്നത്. ഈ സമയം കരഞ്ഞുകൊണ്ട് കരയിട്ട് അവിടെ നിൽക്കുവാണ് മുത്തശ്ശിയും യശോദയുമൊക്കെ. അന്നേരം ദേവൻ ആ പുഴയുടെ നടുഭാഗത്ത് എത്തിയതിനു ശേഷം ആ ചിതാഭസ്മം ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് പറയണേ, എൻ്റെ മോളുടെ ചിതാഭസ്മത്തിൻ്റെ ഒപ്പം ഞാനും പോകുക, ഞാനും നിൻ്റെ അരികിലേക്ക് വരുക എന്നും പറഞ്ഞ് ദേവനും ആ പുഴയിലേക്ക് മുങ്ങിക്കളയുവാണ്. അത് കണ്ടിട്ട് യശോദയും മുത്തശ്ശിയും
ദേവനെ അലറി വിളിക്കുവാണ്. ദേവേട്ട എന്നും പറഞ്ഞ് യശോദ കരഞ്ഞു വിളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അവർ രണ്ടാളും എന്ത് ചെയ്യണം എന്നറിയാതെ ടെൻഷനിൽ ഭയന്ന് നിൽക്കുമായിരിക്കും. ഈ സമയത്തായിരിക്കും ഈ കാഴ്ച കണ്ട് ഫിദയുടെ വേഷത്തിൽ ശ്യാമയും അമൃതയൊക്കെ അവിടെ എത്തുന്നത്. അവരും അത് കണ്ട് അങ്ങോട്ട് ഓടി ചെന്ന് ദേവനാരായണനെ രക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊക്കെയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കമ്മിങ് സൂൺ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്